ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സാധാരണ ബ്രെഡ് പുഡിംഗ് അല്ല കേട്ടോ. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. ബ്രെഡും കുറച്ച് സാധനങ്ങളും മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റെസിപ്പി നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിങ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ട് ഞാൻ ഒരു സോസ് പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തുടങ്ങാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറയ്ക്കുക, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാൻ കുറച്ച് പാലിലൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കസ്റ്റർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഉണ്ട് കേട്ടോ, മധുരമുണ്ട്. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് കസ്റ്റർഡ് പൗഡർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, കസ്റ്റർഡ് പൗഡർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത്. ഇനി നമുക്കിത് ഒന്ന് കസ്റ്റർഡ് കുറുകിയതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തീ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കസ്റ്റർഡ് അടിക്ക് പിടിക്കും. അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കസ്റ്റർഡ്. ഇനി നമ്മൾ തീ ഒന്നും കൂടെ ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ഈ ക്രീമും കൂടെ നന്നായിട്ട് തന്നെ ഇതിൽ മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കസ്റ്റർഡ് ഓവറായിട്ട് കുറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മതി കേട്ടോ, പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തണുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകും. ഇനി നമ്മളിതിലേക്കുള്ള ഷുഗർ ഒന്ന് കാരമൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ഒന്ന് കരിയിച്ചെടുക്കുകയാണ്. ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചസാര. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം പഞ്ചസാര കരിയിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ തീയിൽ കടന്നിട്ടുണ്ട്, അതിങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ഇങ്ങനെ കാരമൽ ചെയ്തിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫ്രഷ് ക്രീം ചേർത്താൽ മതി. അപ്പോൾ പാല് ചേർത്തിട്ട് നമ്മളിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാൽ വയ്ക്കുന്ന സമയത്ത് മേൽക്ക് തെറിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ പെട്ടെന്ന് തന്നെ തെറിക്കും. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ്. അപ്പോൾ ഞാനിത് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാം, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സോസിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ 2ാം പ്രാവശ്യം പാലൊഴിച്ചിട്ടുള്ളത്. ഇനി നമ്മളൊരു ബ്രെഡ് പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക. അതിൽ ഞാൻ കുറച്ച് ബട്ടറൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബട്ടർ സ്കോച്ച് മിൽക്കാണത്, അതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോ ബ്രെഡ് സ്ലൈസായിട്ട് നമുക്കിതിൽ മുക്കിയിട്ട് നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഏത് പാത്രം എടുക്കട്ടെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക.
നന്നായിട്ട് തന്നെ ബ്രെഡ് അതിൽ മുക്കിയെടുക്കട്ടെ. അപ്പോൾ ബ്രെഡിന് നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ബ്രെഡ് കഷ്ണങ്ങളാക്കിയിട്ടോ ഷേപ്പൊക്കെ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ബ്രെഡ് പ്രത്യേകിച്ച് ഷേപ്പോ ഒന്നും ആക്കിയിട്ടില്ല. ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് ലെയറുകളാക്കിയിട്ടൊക്കെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറിലാണ് ചെയ്യുന്നത്. ഒരു ലെയർ ബ്രെഡ് വെച്ചിട്ട് പിന്നെ ഒരു ലെയർ കസ്റ്റർഡ് ഒഴിക്കുക. പിന്നെ രണ്ടാമതും പിന്നെ ബ്രെഡിൻ്റെ ഒരു ലെയർ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് 3 or 4 ലെയറുകളാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് കവർ ചെയ്യുള്ളൊന്ന് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ലെയറും ഞാൻ ബ്രെഡ് ഇതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് മിൽക്കിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ബാക്കിയുള്ള കസ്റ്റർഡ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്ത് നട്ട്സും ഇട്ട് കൊടുക്കുക. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടൊക്കെ ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. ഇതും ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. ഇതിന് പ്രത്യേക ഒരു സ്മെല്ലും ഇതുണ്ട്, നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ഇത് മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കാരമൽ ചെയ്ത നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ഇതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഇത് ഞാനൊരു സോസ് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുകയാണ് കേട്ടോ. ഇതിന് ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഈ സോസ് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതിലൂടെ കട്ടിയാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഈർക്കിലോ ഒരു കബാബ് സ്റ്റിക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു മേൽഭാഗം ചെറുതായിട്ടൊരു ഡിസൈനായിട്ട് മാറും. അല്ലാതെ ഇതിന് ടേസ്റ്റിന് ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് നമ്മൾ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിക്കുന്നത്. നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് നമ്മുടെ പുഡിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല പീസുകളാക്കിയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമോ അതുപോലെ ആവിക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കിതില്ല. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രെഡിൻ്റെ ലെയർ അതുപോലെ കസ്റ്റർഡ് പിന്നെ ബ്രെഡ് കസ്റ്റർഡ് അങ്ങനെ ലെയറുകളായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല വൃത്തിയായിട്ട് പീസുകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.